മലയാളികൾ ആരും തന്നെ കഞ്ഞി കുടിക്കാത്തവർ കാണത്തില്ല, ശരിയല്ലേ? നല്ല മഴയുള്ള ദിവസങ്ങൾ നല്ലൊരു ചൂട് കഞ്ഞി കിട്ടി എത്ര സുഖമായിരിക്കും. അത് ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്ക് ചൂട് കഞ്ഞി എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. കഞ്ഞിയുടെ കൂടെ ഒരു ചെറുപയറും കൊണ്ടെങ്കിൽ പറയണ്ടതിന്. അതിൻ്റെ കൂടെ ഒരു പപ്പടോ ഒരു കടുമാങ്ങ ആയിട്ടാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാനിവിടെ ഒരു മസാല കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. മസാല കഞ്ഞി ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ ഉപയോഗിച്ചാണ്. ചെറുപയറും കുറച്ച് മസാലയും കുത്തരിയും അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു മസാല കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാൻ പല പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ രുചി കൂടുന്നല്ലാതെ കുറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് ഞാനിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം. ഇന്ന് തന്നെ കഴിയുമ്പോൾ ചെയ്ത് നോക്കണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. ഈ മസാലക്കഞ്ഞി വെക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ചുവന്ന മട്ടയരി 1.5 കപ്പ് വെള്ളത്തിൽ 20 മിനിറ്റ് നേരം കുതിർത്ത് വയ്ക്കുക. ചെറുപയറും അതേ അളവിൽ, അതായത് 1.5 കപ്പ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. ഇനി ജീരകം 1 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, വെളുത്തുള്ളി അല്ലി 5, ഞാൻ വലിയ വെളുത്തുള്ളി അല്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു 1/2 ഇഞ്ച് വലിപ്പത്തിൽ. ഇതിത്രയും നമുക്ക് ഒരു കല്ലിൽ ചതച്ച് എടുത്ത് മാറ്റി വെക്കാം. കുക്കർ ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പം അതിലേക്ക് ഒരു സവാളയും 2 പച്ചമുളകും ചെറുതായി അരിഞ്ഞ് വഴറ്റുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല, അതായത് ജീരകവും കുരുമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന ഈ മസാല ഇതിനോടൊപ്പം ചേർത്ത് ഒന്ന് വഴറ്റാം. ഇത് വഴന്ന് വരുമ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുക. ഈ അരിയും പയറും ഞാൻ 3 കപ്പ് ഒരുമിച്ച് എടുത്തിട്ടുണ്ട്. 1.5 കപ്പ്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. ഒരു മിനിമം 3 മടങ്ങെങ്കിലും വെള്ളം ചേർക്കണം. അതായത് 9 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുകയാണ്. അല്ലെങ്കിൽ വെള്ളം കുറവായാൽ ഈ കുക്കറിൻ്റെ അടിയിൽ അടിക്ക് പിടിക്കും, വെള്ളമെല്ലാം പറ്റിക്കഴിയുമ്പോൾ കഞ്ഞിയാകുമ്പോൾ. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. വലിയ കുക്കർ തന്നെ എടുത്ത് കഞ്ഞി വെക്കുന്നതാണ് നല്ല. തീരെ ചെറിയ കുക്കറിൽ എടുക്കരുത് കഞ്ഞി വെക്കാൻ. ഇനി ഈ വെള്ളത്തിൽ വെള്ളം ചൂടാകുമ്പം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്ക് ആ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും പയറും കൂടെ ചേർത്ത് നമുക്ക് കുക്കർ മൂടി വെച്ച് ഇതൊന്ന് വേവിക്കാം. 5 വിസിൽ വരുന്നത് വരെ കാത്തിരിക്കാം. 5 വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കി ഒരു 10 മിനിറ്റ് നേരം അങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഇനി ഇതിനൊരു അരപ്പ് കൂടി നമുക്ക് ആവശ്യമുണ്ട്. അതിനുവേണ്ടി പച്ചമുളക് ഒരു ചെറിയത്, ഒരു വെളുത്തുള്ളി അല്ലി, പിന്നെ ഒരു തേങ്ങ 1/2 കപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സിയിലൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ കുറച്ച് കൂടുതലെടുത്താലും കുഴപ്പമില്ല, അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ എടുക്കാം. ഇനി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം അരി വെന്തോന്ന്. പിന്നെ ഇപ്പം അരി വെന്ത് കുക്കറിൽ വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് താളിച്ചെടുക്കാം. അതിനുവേണ്ടി ചൂടായ പാനിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. വെളിച്ചെണ്ണ ചേർത്ത്
കടുകിട്ട് പൊട്ടിക്കുക. വേറെ എണ്ണ ചേർത്താൽ കുറച്ചുകൂടി രുചി കുറയും, അതുകൊണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് കറിവേപ്പിലയും ഒരു ചുവന്ന മുളകൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് രുചി കൂടാൻ വേണ്ടി ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര കൂടിട്ട് ഇതിൻ്റെ കൂടെ മൂപ്പിക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്. ഈ തേങ്ങാപ്പീരയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം. അതിലേക്ക് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അരപ്പ് കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഈ അരപ്പ് നമുക്ക് ആ വെന്ത വെച്ചിരിക്കുന്ന കഞ്ഞിയിലേക്ക് ചേർത്ത് ഒന്ന് ചൂടാക്കി ഒന്ന് തിള വരുന്നത് വരെ നോക്കിയിട്ട്, കാരണം നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് തിളയ്ക്കണം. ഒന്ന് തിളച്ചിട്ട് ഒന്ന് ഇളക്കി നന്നായിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കി, ഉപ്പില്ലെങ്കിൽ ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. നമ്മുടെ മസാലക്കഞ്ഞി അങ്ങനെ റെഡിയായി. അപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ ഞാൻ എങ്ങനെ ഈ മസാല കഞ്ഞി ഉണ്ടാക്കുന്നതെന്ന്. നിങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഈ കഞ്ഞി ഒന്ന് ചെയ്ത് നോക്കണം. അടുത്ത എൻ്റെ പുതിയ വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.